ക്കറിയില്ല, എന്റെ വസ്ത്രം മാറ്റിയിട്ട് നല്ല വസ്ത്രം എനിക്ക് ധരിപ്പിച്ചു തരും മോനെ, എന്നിട്ട് എനിക്ക് ഭക്ഷണം വാരി വായിലേക്ക് വെച്ച് തരും മോനെ. ആരാണ് 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 ആ പ്രിയപ്പെട്ട സഹാബി കരന്നുകൊണ്ട് പുറത്തിറങ്ങുകയാ. എന്റെ പ്രിയപ്പെട്ട ഭരണാധികാരികളെ, ഒരു പഞ്ചായത്ത് മെമ്പറാകുമ്പോ നിനക്ക് പള്ളി വേണ്ടല്ലോ മോനെ, ഒരു MLA ആകുമ്പോ പിന്നെ പാവപ്പെട്ടവന് മുഖത്ത് നോക്കിയിട്ട് കപടതയുടെ ചിരിച്ചിരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പാവപ്പെട്ട മാതാവിന് ഭക്ഷണം വാരി വായിൽ വെച്ചു കൊടുക്കുകയാ, വസ്ത്രം മാറ്റി കൊടുക്കുകയാ, സാന്ത്വന വാക്ക് പറഞ്ഞ് സന്തോഷത്തോടെ മടങ്ങി വരികയാ. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, തീർന്നില്ല പ്രിയപ്പെട്ടവരെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും നടന്നു പോകുമ്പോ ഒരു വീട്ടിനകത്ത് നിലവിളി കേൾക്കുകയാ. ഒരു പെണ്ണ് പ്രസവത്തിന് വേണ്ടി വിളിക്കുകയാ. അത്യന്താധുനിക സജ്ജീകരണങ്ങളില്ലാത്ത കാലഘട്ടമാണ്. മരുന്നും മന്ത്രവും കൊണ്ട് ഓടി വരാനാണില്ലാത്ത കാലഘട്ടമാണ്. ആ വീടിന്റെ ഉടമസ്ഥൻ വന്നുകൊണ്ട് പറഞ്ഞു, ആരോരുമില്ല, സഹായിക്കണേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഓടുകയാണ്, കണ്ണുനീരോടുകൂടി ഓടുകയാണ്. ഏതുമറാണ് ഓടുന്നതുമ്മ, ഏതുമറാണ് ഓടുന്നതുമ്മ. എത്രയോ എത്രയോ പെൺകുട്ടികളെ മക്കയുടെ മണ്ണ് വാന്തിയിട്ട് കുടിച്ചുമൂടി, ചോരയുടെ നിറം മാറാതെ കുടിച്ചുമൂടിയ ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഓടുന്നത്. ആ ഓട്ടത്തിന്റെ കാരണമെന്തേ? ഒരു പ്രിയപ്പെട്ട പെങ്ങള് കിടന്ന് നിലവിളിക്കുകയാണ്. ഓടി തന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഭാര്യയോട് പറയുകയാ, പെട്ടെന്നൊന്ന് ഇറങ്ങി വാ പെണ്ണേ. കുറെ തുണിക്കഷണങ്ങളും കൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയെ ആ നിലവിളിക്കുന്ന പെങ്ങളുടെ പ്രസവമെടുക്കാ റൂമിന്റെ അകത്തേക്ക് കടത്തിവിട്ടിട്ട് ആ വീടിന് കാവലിരുന്ന ലോകം ധരിച്ചുപോയ, ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്. നോക്കി, അധികാരം കയ്യിൽ വന്നപ്പോ മനസ്സ് മാറിയില്ല. ഇന്ന് 10 നോട്ട് കയ്യിലുണ്ടെങ്കിൽ പെറ്റ തള്ളയെ ചവിട്ടുന്ന മക്കളല്ലേ. ഈ ഗുരുവായൂർ ഭാഗത്തുള്ള ഒരു കുടുംബത്തെ പാണ്ടിക്കാട് എന്ന് പറഞ്ഞപ്പോ ഞാൻ കണ്ടു. അവര് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാ, ഉസ്താദേ, ഞങ്ങളുടെ ഉപ്പായ ഞങ്ങൾക്ക് വല്ലാത്ത സ്നേഹമായി. ഉപ്പ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയ അവസാന സമയം ഞങ്ങൾ ഉപ്പായെ പൊന്നുപോലെ നോക്കി ഉസ്താദേ. പാട പുറത്തൊരു പൊടി പറ്റാൻ ഞങ്ങൾ അനുവദിച്ചിരുന്നില്ല. പാടപുറത്ത് പൗഡർ ഇട്ട് തുടച്ച് വൃത്തിയാക്കി ഞങ്ങൾ കൊണ്ടു നടന്നു. ഉപ്പായെ എന്താവശ്യം ഉപ്പ പറഞ്ഞാലും അതൊക്കെ നമ്മൾ നടത്തി കൊടുത്തു. അള്ളാഹു അങ്ങനെ ഞങ്ങളെ മാതാപിതാക്കളെ നോക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണം റബ്ബേ. അങ്ങനെ നോക്കണം ഉമ്മയെയും ഉപ്പയെയും. പേരിന് വേണ്ടി വല്ലപ്പോഴും ചെന്ന് 1000ന്റെ നോട്ടം കൊണ്ടെടുത്ത് കയ്യിൽ വെച്ച് വാപ്പാക്ക് സല്യൂട്ട് അടിച്ച് ബിസിയാന്ന് പറഞ്ഞു പോയാ പോരാ. 10 മണിക്ക് ഫ്ലൈറ്റാ, 3 മണിക്ക് ട്രെയിനാ എന്ന് പറഞ്ഞ് ഉമ്മായ ഉപ്പായം നോക്കാൻ നേരമില്ലാത്ത മക്കള് ഈ നാടിന്റെ ശാപമാണ്, ഈ നാടിന്റെ ശാപമാണ്. ഒരു ദിവസം 20 മണിക്കൂർ ഭാര്യയുടെ ചാരത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ 20 മിനിറ്റെങ്കിലും തന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തിരിക്കാൻ പഠിക്കണം സഹോദര. ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തക്കേട് വാങ്ങരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ സഹോദരങ്ങൾ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളുടെ വാപ്പ കിടന്നാൽ നിങ്ങൾ നോക്കാതിരുന്നെങ്കിൽ ഉപ്പായുടെ മുതുകൊക്കെ ആകെ പുറഭാഗമൊക്കെ പൊട്ടിപ്പോകുമായിരുന്നു. നമ്മൾ നല്ലതുപോലെ നോക്കി. ഉപ്പാക്ക് വളരെ സന്തോഷമായി, അൽഹംദുലില്ലാ. പക്ഷേ എന്റെ ഉപ്പാക്ക് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. മരണപ്പെട്ടു പോയി 3-4 ദിവസത്തിന് മുമ്പ്. എന്ത് വേണമെങ്കിലും ഉപ്പാടെ പേരിൽ ഞങ്ങൾ ചെയ്യാ. ഞങ്ങളുടെ ഉപ്പാക്ക് ഞങ്ങളോട് വല്ലാത്ത സ്നേഹമായിരുന്നു, അതിനിരട്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പയോടും സ്നേഹമായിരുന്നു. ആ സ്നേഹബന്ധം അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ജഗലാടത്തെ പ്രിയപ്പെട്ട സഫലമെന്ന് പറയുന്ന ലേബലിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ മാതാപിതാക്കളെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. അവരുടെ ഉമ്മമാരെ, അവരുടെ ഉപ്പമാരെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയുകയാ, നിങ്ങളുടെ മക്കളാണ് കഴുത്തിൽ ഇങ്ങനെ ബാഡ്ജിട്ടുകൊണ്ട് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാഗ്യവതികളാണ്, ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ഒരു വലിയ പരിപാടിയുടെ കാരണക്കാരായി നിങ്ങളുടെ മക്കൾ മാറിയല്ലോ. നോട്ടീസും പോസ്റ്ററും അടിക്കാൻ, കസേര പറക്കാൻ നിങ്ങളുടെ മക്കൾക്ക് മനസ്സ് വന്നല്ലോ. അത് ദീനിന്റെ ചൈതന്യം നിന്റെ കുടുംബത്തിലുണ്ട് എന്നതിന് തെളിവാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. റളിയല്ലാഹുവിന്റെ അധികാരം കയ്യിൽ വന്നപ്പോ നിലവിളിക്കുന്ന പാവപ്പെട്ട പെങ്ങളുടെ പ്രസവമെടുക്കാൻ വീട്ടിൽ നിന്ന് ഭാര്യയെ കൊണ്ടുവരികയാണ്. ഈ ഒരു വിനയമുള്ളത് കൊണ്ടാണ് അവസാന സമയം വരെയും ഒരു തകർച്ചയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹു കൊടുത്തില്ല. എന്തുകൊണ്ടാ? മന്ദവാല റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വലഅഹുല്ലാഹ്.
ആര് വിനയം കാണിക്കുന്നവോ അള്ളാഹു ഇങ്ങനെ പടിപടിയായി ഉയർത്തിക്കൊണ്ടിരിക്കും. ആരഹങ്കരിക്കുന്നവോ അവരെ അള്ളാഹു താഴ്ത്തിക്കൊണ്ടിരിക്കും. ഒരു ഉപ്പ റളിയല്ലാഹുവിന്റെ മുമ്പിലൂടെ നടന്നു, തല ഇങ്ങനെ കുനിച്ച്, തലയെല്ലാം കുനിച്ച് ഇങ്ങനെ നടന്നുപോയി. റളിയല്ലാഹുവിനെ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ആ ഉപ്പ പറഞ്ഞു, വിനയം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. റളിയല്ലാഹുവിന് കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ഉപ്പാടെ കയ്യിലേക്ക് തട്ടിയിട്ട് പറഞ്ഞു, വിനയം എന്ന് പറയുന്നത് ഉമർ കാണിച്ചു തരാം. നെഞ്ചു വിരിച്ചു തന്നെ നടക്കാണ്. പക്ഷേ റളിയല്ലാഹുവിന് പറയുന്നു, ജനങ്ങളെ കാണിക്കാൻ തലകുനിച്ച് നടന്നതുകൊണ്ട് വിനയമാവുകയില്ല. ജനങ്ങളെ കാണിക്കാൻ തലകുനിച്ച് നടന്നതുകൊണ്ട് വിനയമാവുകയില്ല. ചില ആൾക്കാരെങ്ങനെയാണ്, ചില പള്ളിയിലൊക്കെ ഉസ്താദ് ചെല്ലുമ്പോ പള്ളിക്കകത്ത് ഉസ്താദങ്ങ് മയങ്ങിപ്പോകും. ആ നാട്ടിലെ ഏറ്റവും വലിയ ഫിത്ന ചിലപ്പോൾ ഈ ചെയ്താനായിരിക്കും. ഉസ്താദ് അതിൽ വീണുപോകും. കാരണം ചില ആൾക്കാർ കൃത്രിമത്വമാണ്. ഇങ്ങനെ കുനിഞ്ഞു ഭയങ്കര ഇതൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകത്തില്ല. ഒരു ഉസ്താദും പറഞ്ഞു, എന്തിനാണ് അങ്ങനെ ആരും പറയും. നമ്മളങ്ങനെ വിനയം ഉണ്ടാക്കലല്ല ചെയ്യേണ്ടത്, വിനയം ഉണ്ടാവലാണ് ചെയ്യേണ്ടത്. വിനയം അങ്ങനെ ഉണ്ടാവണം. വലിയ പാടാ. എന്നും താഴ്മയും വിനയവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ ഗുണപാഠം വിനയമാണ്. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ നല്ല അടിമകളുണ്ടല്ലോ, കാരുണ്യവാന്റെ ദാസന്മാരുണ്ടല്ലോ, യംശൂന അലൽ അർളി ഹൗനാ, അവർ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ്, വളരെ താഴ്മയോടെ നടക്കുന്നവരാണ്, വളരെ വിനയാന്വിതരായി ഭൂമിയിൽ നടക്കുന്നവരാണ് അവർ. ആ വിശേഷണം എന്റെ പ്രിയപ്പെട്ടവരെ നേടിയെടുക്കണം. രണ്ടാമത്തെ ഗുണപാഠം അതാണ്. മൂന്നാമത്തെ ഗുണപാഠം ഏതാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമുക്ക് തരുന്ന 4 ഗുണപാഠം പറഞ്ഞിട്ട് പിന്നെ വഫാത്ത് തരുന്ന പാഠങ്ങളിലേക്ക് കടന്നു വരികയാണ്. 2 ദിവസത്തെ വിഷയം ചുരുക്കിയിട്ട് ഈ അകലാട് പ്രദേശത്ത് ഞാൻ അവതരിപ്പിക്കുമ്പോ എന്റെ മനസ്സിൽ പേടിയുണ്ട്. അല്ലാഹുവേ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, പറയാൻ ആഗ്രഹിച്ചത് വല്ലതും എനിക്ക് വീണുപോകുമോ എന്ന പേടിയുണ്ട്. കാരണം ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിലേക്ക് ഈ ചരിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ തിരികെ വെച്ചു തരിക എന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ഗുണപാഠം എന്റെ സഹോദരാ സ്വീകരിക്കണേ. ആദർശ സ്നേഹമാണ്, ആദർശ സ്നേഹമാണ്, ആദർശ സ്നേഹമാണ്. ആദർശ സ്നേഹം ഏറ്റവും അധികമുള്ളത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർക്കാണ്. ആദർശ സ്നേഹം, നമ്മുടെ ദീനിനോട് നമുക്കൊരു സ്നേഹമുണ്ടാവണം. ആ സ്നേഹം ഹിന്ദുമതത്തിൽ നിന്ന് മുസ്ലിമായവരോട് ചോദിച്ചാൽ അറിയാം. ഹിന്ദുമതത്തിൽ നിന്ന് മുസ്ലിമായവരോട് ചോദിച്ചാൽ അറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കമലാ സുരയ്യ എന്ന് പറയുന്ന എഴുത്തുകാരി ഈ ലോകത്ത് സമർപ്പിച്ച മനോഹരമായ എഴുത്താകുന്ന വിലപിടിപ്പുള്ള വാക്യങ്ങളുണ്ട്. അതിൽ നിന്നും അവര് പണ്ട് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എഴുതിയ കുറെ അവാർഡിന്റെ ലേഖനങ്ങളും നോവലുകളും മാത്രം വായിച്ചിട്ട് കാര്യമില്ല. മുസ്ലിമായതിനു ശേഷം, ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ആ മഹദി പറഞ്ഞ കുറെ വാക്കുകളുണ്ട്. അള്ളാഹുവിടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഭാഗ്യവതിയാണ്, ആരൊക്കെ എതിർത്താലും ഭാഗ്യവതിയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ആ മഹദി പറഞ്ഞിട്ടുണ്ട്, എന്നെ ഞാനാക്കി മാറ്റിയതെന്റെ ഇസ്ലാമാണ്. ലോകത്തെന്തൊക്കെ എഴുതി എന്നിട്ട് പറഞ്ഞതാ, എന്നെ ഞാനാക്കി മാറ്റിയതെന്റെ ഇസ്ലാമാണ്. അത് ആദർശ സ്നേഹമാണ്, അത് ആദർശ സ്നേഹമാണ്. ആ സ്നേഹം എന്റെ ചെറുപ്പക്കാരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. മരിച്ചു കിടക്കുമ്പോ കെലിമ പറയാൻ ആദർശ സ്നേഹികൾക്കല്ലാതെ കഴിയുകയില്ല. നീ എന്തിനെ സ്നേഹിക്കുന്നുവോ അതായിരിക്കും നിന്റെ മനസ്സിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുക. അള്ളാഹുവിന്റെ ദീനിനെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സ്നേഹിക്കണം. ഞാൻ ചോദിക്കട്ടെ, എത്ര നാളായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഒന്ന് തൊട്ടു നോക്കിയിട്ട് ചിന്തിച്ചു നോക്കി? എത്ര നാളായി? നമ്മളൊക്കെ അത് കേൾക്കാൻ ഓടി 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 വരുന്നവരാ. എന്റെയും നിങ്ങളുടെയും വീട്ടിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊട്ടു നോക്കിയിട്ട് എത്ര നാളായി? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യാസീനോദിയ ഉമ്മമാരെ, തബാറക്കല്ലദീ ഓതിയിരുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നാളെത്രയായി അതെല്ലാം ഒന്ന് ഓതി നോക്കിയിട്ട് മടങ്ങി വരണേ, മടങ്ങി വരണേ, മടങ്ങി വരണേ. അനീബൂ ഇലാ റബ്ബിക്കും, അല്ലാഹുവിലേക്ക് മടങ്ങി വാ ചെറുപ്പക്കാരാ.
ആദർശ സ്നേഹമായിരിക്കണം. റമളാൻ അങ്ങോട്ട് വിട പറയുമ്പോ കൽബ് പൊട്ടി തകർന്നുകൊണ്ട് പൊട്ടിക്കരയണം മോനെ. അത് ആദർശ സ്നേഹത്തിന്റെ അടയാളമാണ്. അത് ആദർശ സ്നേഹത്തിന്റെ അടയാളമാണ്. വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ പോവുക ആദർശ സ്നേഹത്തിന്റെ അടയാളമാണ്. ഇൽമിന്റെ മജ്ലിസിൽ വരുമ്പോ ഒരു തൊപ്പി വെച്ചു കൊണ്ടുവരിക ആദർശ സ്നേഹത്തിന്റെ അടയാളമാണ്. കുറ്റപ്പെടുത്തിയതല്ല. നാളെ മുതൽ അതൊക്കെ നമ്മൾ ചെയ്യണം. നല്ലതാണ്. ലോകത്തിന്റെ നായകന്റെ പേര് എവിടെ വെച്ച് ആര് പറഞ്ഞാലും ഏവൻ പറഞ്ഞാലും ആവേശത്തോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക അത് ആദർശ സ്നേഹത്തിന്റെ അടയാളം. ഈ അടയാളങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടയാളങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തുമാത്രം ആദർശത്തെ സ്നേഹിച്ചിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് പറയുന്നു, നബിയേ, കള്ളിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലേ ഒരു വ്യക്തമായ വിധി വേണം നബിയേ. ആരാ പറയുന്നത്? മുസ്ലിമാകുന്നതിന് മുമ്പ് കള്ള് കച്ചവടക്കാരനായിരുന്ന, കള്ളിന്റെ കോപ്പകളെ കൊണ്ടുവന്ന് നിറച്ചു വെച്ച കൊട്ടാരത്തിന്റെ അധിപനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കള്ള് ഇസ്ലാമിന്റെ ആദർശത്തിന് ചേർന്നതല്ലെന്ന് മനസ്സിലാക്കിയപ്പോ ആ കള്ള് ഹറാമാക്കാൻ വേണ്ടി പ്രവാചകന്റെ അടുത്ത് വന്ന് പറയുകയാ. ഓരോ പ്രാവശ്യവും എന്ന് സങ്കടത്തോടുകൂടി പറയും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആ ഒരു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് തൊട്ടറിഞ്ഞുകൊണ്ട് കള്ളിനെ കുറിച്ച് ഒന്നാമത്തെ ആയത്തിറങ്ങുകയാ. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസരി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കള്ളിന്റെ ഒരു ഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരായത്തിറങ്ങി. അല്ലാഹുവിന്റെ റസൂലേ, ഗുണങ്ങളുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ തെറ്റുകൾ ആ കള്ളിലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നാലും പൂർണ്ണമായി നിരോധിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സഹിച്ചില്ല. അപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കും, ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പണിയാ കാണിച്ചത്? പോയി ചോദിച്ചു അതിനെ ഫുള്ള് ഹറാമാക്കി. പെരുന്നാളിനെങ്കിലും ഒന്ന് ഹലാലാക്കിയിരുന്നെങ്കിൽ മതിയായിരുന്നു. അതൊന്നും വേണ്ട. ഉത്രാടത്തിന്റെ ഒരു അല്ലെ, ഉത്രാടം തിരുവോണമൊക്കെ ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരുടെ ആഘോഷത്തിന്റെ രാത്രികൾ. ബാബു കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കൊണ്ടുവെക്കോലോ മൂന്നുണ്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു. റാസൽ കൈമയിൽ അപകടം എന്റെ മനസ്സിൽ എല്ലാ സദസ്സിലും ഞാൻ അതിനുശേഷം പറഞ്ഞുപോയി. അത്രയ്ക്ക് സങ്കടമുണ്ടായിപ്പോയത്. 3 പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഉമ്മയെ നോക്കാൻ, ഉപ്പയെ നോക്കാൻ, കുടുംബത്തെ നോക്കാൻ ഇറങ്ങിയതാ. നമ്മുടെ പ്രായം ചതഞ്ഞരഞ്ഞുപോയി. വാഹനം കൂട്ടിമുട്ടി കത്തിക്കരിഞ്ഞുപോയി. 3 പേരെ ഒരു പള്ളിയിൽ അടുത്തടുത്ത് 3 കവർ കുടിച്ചിട്ട് അടക്കിയപ്പോൾ ആ നാടിന്റെ തേങ്ങലെത്ര വീര്യമുള്ളതായിരുന്നു. അള്ളാഹു നമ്മെ കൊണ്ടോട്ടിയിൽ 3 മണിക്ക് മക്കയിലേക്ക് പോകാനുള്ള ഒരു പ്രിയപ്പെട്ട സ്ത്രീ യാത്രയൊക്കെ ചോദിച്ച് വീട്ടിലേക്ക് വരികയാ. 3 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങണം. പ്രിയപ്പെട്ട സഹോദരന്റെ ബൈക്കിൽ പുറകിലിരുന്ന് വന്നതാ. മറിഞ്ഞു വീണു, തലയിടിച്ചു, മരണപ്പെട്ടു. 3 മണിക്ക് ആ സഹോദരിയുടെ കൂടെ പോകാനുള്ളവർ മക്കയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട സഹോദരി യാത്ര തിരിച്ചത് പള്ളിപ്പറമ്പിലേക്ക്. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. പരിശുദ്ധ മക്കയും മദീനയും കൺകുളിർക്കെ കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. എന്റെ സഹോദര, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മുറുകെ പിടിക്കണം. ഒരു മതപ്രസംഗത്തിന് വന്ന ആവേശത്തോടെ കരഞ്ഞതുകൊണ്ടോ സലാത്ത് ചൊല്ലിയതുകൊണ്ടോ ആമീൻ പറഞ്ഞതുകൊണ്ടോ നമ്മുടെ ഇസ്ലാം പൂർത്തിയാകുന്നില്ല. അതിലൂടെ ഒരു മാറ്റം, അതിന്റെ മജ്‌ലിസിൽ നിന്ന് ഒരു മാറ്റം എന്റെ സഹോദരങ്ങൾക്ക് ഉണ്ടാവണം. തീരുമാനിക്കണം. ആദർശത്തെ ഇഷ്ടപ്പെടുന്ന ഞാനിനി ചാവക്കാട് കടപ്പുറത്ത് ന്യൂ ഇയർ ആഘോഷിക്കാ പോകൂല. അല്ലാ, പൂരപ്പറമ്പില് കോമഡി കാണാ പോകൂല. അല്ലാ, എന്റെ വാല് കേൾക്കാൻ തലമറച്ച് മഫ്തയിട്ട് പർദ്ദയിട്ട് വന്നിരിക്കുന്ന പെങ്ങന്മാരോട് ഞാൻ പറയുകയാ, സങ്കടം തോന്നിപ്പോയി. കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയറിന്റെ പ്രോഗ്രാം പത്രത്തിലൂടെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി പെങ്ങളെ. സത്യമാണ്, ഞെട്ടിപ്പോയി. നിങ്ങൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ചാവക്കാടുകാരെന്നെ തോൽപ്പിച്ചു കളഞ്ഞു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരി സദസ്സിൽ ഇരുന്നുകൊണ്ട് തീരുമാനമെടുക്കണം. ആദർശ സ്നേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നിട്ടു പോകുന്ന 3ാമത്തെ ഗുണപാഠമാണെങ്കിൽ 2 കൈയും നീട്ടി സ്വീകരിക്കണം. ചരിത്രം വെറുതെ പഠിക്കുന്നതിൽ അർത്ഥമില്ല. പോയിരുന്നില്ലേ, പർദ്ദയെ മഫ്തോട്ടുകൊണ്ട് പോയിരുന്നില്ലേ? ആയിരക്കണക്കിന് ബലൂൺ ഇങ്ങനെ ആകാശത്തിലൂടെ പറത്തിവിട്ടിട്ട് ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് എന്ത് കിട്ടി? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്ത് കിട്ടി നിനക്ക്?
RCCയിലേക്കൊന്ന് ചെല്ലണം. 4 ദിവസം മുമ്പ് ചെന്നപ്പോ കണ്ടതാ 14 വയസ്സുള്ള ഒരു പാവപ്പെട്ട പൊന്നുമോൾ. എന്തൊരു സൗന്ദര്യമാ! കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ, ഇനി എനിക്ക് എന്റെ സ്കൂളിലേക്ക് പോകാൻ പറ്റൂല, ഇനി എനിക്ക് എന്റെ കൂട്ടുകാരികളെ കാണാൻ പറ്റൂല, ഞാൻ മരിക്കുമോ എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അത് തന്നെയാണ്. എന്റെ ഉപ്പ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ഞാൻ മരുന്നായിട്ട് തിന്നു തീർത്തു, ഇനി എനിക്ക് ജീവിക്കണ്ട. അള്ളാഹു ആ പെങ്ങൾക്ക് ദീർഘായുസ്സ്